ഹലോ, നമുക്കിന്ന് വഴുതന വെച്ചിട്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. പച്ച കളറുള്ള വഴുതനയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസുള്ള 2 വഴുതനയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചതച്ചതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്കിനി 2 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് വഴറ്റിയെടുത്താൽ നമ്മൾ നേരത്തെ മസാല തേച്ചിട്ടുള്ള വഴുതന ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. വഴുതന പെട്ടെന്ന് തന്നെ വേവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് ആദ്യം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വഴുതന നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ വഴുതന നന്നായി വാടി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.